കോഴിക്കോട് നഗരത്തിനടുത്തുള്ള ശാന്തമായ ജനവാസ മേഖലയായ കൊയിലാണ്ടി വിയ്യൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത പ്രദേശത്തെ മാത്രമല്ല കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലൈജു എന്ന യുവാവിനെ സ്വന്തം വീടിനുള്ളിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഒരു സിനിമയിലെ കൊലപാതക രംഗങ്ങളെ പോലും വെല്ലുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് പോലീസിനും നാട്ടുകാർക്കും മുന്നിൽ തുറന്നിട്ടത്. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നുവെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ലൈജുവും സഹോദരൻ ശ്രീജേഷും മാത്രമായിരുന്നു വിയ്യൂരിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇവരുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു. മൃതദേഹം കണ്ടെത്തുന്നതിന് 2 ദിവസം മുമ്പ് സഹോദരൻ ശ്രീജേഷ് ജോലി ആവശ്യങ്ങൾക്കായി പുറത്തുപോയിരുന്നു. ഈ 2 ദിവസവും ലൈജു വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. തിരികെ എത്തിയ ശ്രീജേഷ് വീടിനുള്ളിൽ നിന്നും ലൈജുവിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് കിടപ്പുമുറിയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മുറിക്കുള്ളിലെ തറയിൽ രക്തം ഛർദ്ദിച്ച നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. എന്നാൽ സാധാരണഗതിയിലുള്ള ഒരു സ്വാഭാവിക മരണത്തിന്റെ ലക്ഷണങ്ങളല്ല അവിടെ കണ്ടത്. മുറിയുടെ ഭിത്തികളിലും തറയിലും രക്തം തെറിച്ച പാടുകൾ കണ്ടത് പോലീസിനെ ഉടൻ തന്നെ കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചു. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഉടൻ തന്നെ പ്രദേശം സീൽ ചെയ്തു. കോഴിക്കോട് സിറ്റി പോലീസിന്റെ വിദഗ്ധ സംഘത്തെ സ്ഥലത്തെത്തിച്ച് വിശദമായി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സർജൻമാരും അടങ്ങുന്ന സംഘം മുറിക്കുള്ളിലെ ഓരോ അണുവിലും പരിശോധന നടത്തി. പ്രതികളുടെ വിരലടയാളം മുറിക്കുള്ളിലെ സാമഗ്രികളിലോ വാതിലിലോ ഉണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിച്ചത്. മൃതദേഹത്തിൽ മാരകമായ മുറിവുകളേറ്റതിന്റെ അടയാളങ്ങൾ പ്രാഥമിക പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹം കമിഴ്ന്ന് കിടന്നതിനാൽ പുറംഭാഗത്തോ തലയിലോ ഏറ്റ ആഘാതമാണോ മരണകാരണമെന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ വ്യക്തമാകൂ. മുറിക്കുള്ളിൽ ബലപ്രയോഗം നടന്നതിന്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. സാധനങ്ങൾ ചിതറിക്കിടന്നതും രക്തം തെറിച്ച പാടുകളും ഒരു മൽപ്പിടുത്തം നടന്നതാവാമെന്ന സംശയം ജനിപ്പിക്കുന്നു. ഈ കേസിൽ പോലീസ് പ്രധാനമായും 3 ദിശകളിലൂടെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലൈജുവിന്റെ ഫോൺ രേഖകളാണ് നിലവിൽ പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ തെളിവ്. മരിക്കുന്നതിന് മുമ്പ് അവസാനമായി ലൈജു ആരെയാണ് വിളിച്ചത്, ആരോടാണ് സംസാരിച്ചത്? ഇതിലൂടെ ലൈജുവിനോട് അവസാനമായി സംസാരിച്ച വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കും. കൂടാതെ ലൈജുവിന്റെ ലൊക്കേഷൻ വിവരങ്ങളും ഇന്റർനെറ്റ് ഉപയോഗവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വീടിന്റെ വാതിൽ ബലമായി തുറന്ന ലക്ഷണമില്ലെങ്കിൽ കൊലപാതകി ലൈജുവിന് പരിചിതനായ ഒരാളാകാൻ സാധ്യതയുണ്ട്. ലൈജു തന്നെ വാതിൽ തുറന്നു നൽകിയതാവാം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അയൽവാസികൾ എന്നിവരിലേക്ക് അന്വേഷണം നീളുന്നു. ലൈജുവിന് ആരെങ്കിലുമായി പണമിടപാടുകളോ മറ്റു ശത്രുക്കളോ ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കുന്നു. പ്രദേശത്തെ വീടുകളിലെയും പ്രധാന റോഡുകളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സംഭവ ദിവസം രാത്രിയോ അതിനു മുൻപോ അപരിചിതരായി ആരെങ്കിലും വിയൂർ ഭാഗത്ത് വന്നു പോയിട്ടുണ്ടോ എന്നറിയാനാണ് ഈ ശ്രമം. ലൈജു രക്തം ഛർദ്ദിച്ചിരുന്നു എന്നതുകൊണ്ട് മാത്രം അത് സ്വാഭാവിക മരണമാകില്ല എന്ന് പോലീസ് ഉറപ്പിക്കാൻ ചില കാരണങ്ങളുമുണ്ട്. സ്വാഭാവികമായി രക്തം ഛർദ്ദിക്കുമ്പോൾ തറയിൽ മാത്രമേ രക്തം കാണാൻ സാധ്യതയുള്ളൂ. എന്നാൽ ചുവരുകളിലും മറ്റും രക്തം തളിച്ച നിലയിൽ കണ്ടത് ബാഹ്യമായി അക്രമം നടന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. മൃതദേഹം കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ കണ്ടത് പ്രതികൾ മൃതദേഹം വലിച്ചിഴച്ചതോ അല്ലെങ്കിൽ ക്രൂരമായ ആക്രമണത്തിന് ശേഷം ഉപേക്ഷിച്ച് പോയതോ ആകാമെന്ന് പോലീസ് കരുതുന്നു. മൃതദേഹത്തിലെ മുറിവുകൾ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചാണോ അതോ കനത്ത വസ്തുക്കൾ കൊണ്ട് അടിച്ചതാണോ എന്ന കാര്യം പോലീസ് സർജന്റെ മൊഴിയിലൂടെ സ്ഥിരീകരിക്കും. കോഴിക്കോട് ജില്ലയിലെ സുരക്ഷിതമായ ഒരു ജനവാസ മേഖലയിൽ ഇത്തരമൊരു ക്രൂരമായ സംഭവം നടന്നത് പ്രദേശവാസികളെ വലിയ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ അപരിചിതർ പ്രദേശം സന്ദർശിക്കുന്നത് നിരീക്ഷിക്കാൻ പോലീസിന്റെ പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുമുണ്ട്. സമാധാനപരമായി കഴിയുന്ന ഒരു കുടുംബത്തിലെ യുവാവ് ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നത് നാടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ മരണകാരണത്തിൽ പൂർണ്ണമായ വ്യക്തത വരും. ആന്തരിക അവയവങ്ങൾക്കേറ്റ പരിക്ക്, മരണം നടന്ന കൃത്യമായ സമയം, ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം എന്നിവ ഈ റിപ്പോർട്ടിലൂടെ അറിയാം. പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. സഹോദരൻ ശ്രീജേഷിന്റെയും അയൽവാസികളുടെയും മൊഴികൾ പോലീസ് വീണ്ടും രേഖപ്പെടുത്തും. കൊയിലാണ്ടി വിയ്യൂരിലെ ഈ കേസ് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരാൻ സഹായിക്കൂ. ലൈജുവിന്റെ മരണം ഒരു കൊലപാതകമാണെങ്കിൽ അതിന് പിന്നിലെ ലക്ഷ്യം എന്താണെന്നും ആരാണ് ഈ ക്രൂരത ചെയ്തതെന്നും കണ്ടെത്തുന്നതുവരെ നാട് സമാധാനമായിരിക്കില്ല. പോലീസിന്റെ കൃത്യമായ അന്വേഷണം എത്രയും വേഗം പ്രതികളെ കുടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.